അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ചട്ടി ഓട്സാണ്. അപ്പോൾ ചട്ടി ഓട്സ് എന്ന് പറയുമ്പോൾ ചട്ടിച്ചോറ് പോലെ തന്നെ ചോറിന് പകരം ഓട്സ് ഇടുക, മിക്സ് ചെയ്യുക, എന്നിട്ട് കഴിക്കുക. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ടേക്ക് പോവാം. ബാക്കി വന്ന മീൻ കറി കേട്ടോ, മത്തി ഇട്ടിട്ടില്ല. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ നമുക്കിതാ ഓട്സ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണ് ഓട്സ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് തൈര്, ഓക്കെ. ഇനി കുറച്ച് കുക്കുംബർ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി വെക്കാം. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കൂടി കൂട്ടാം. നമുക്ക് കഴിക്കാം. നോക്കട്ടെ, കറിയും ഓട്സും മിക്സ് ചെയ്യാം നല്ലോണം. എന്നിട്ട് നോക്കട്ടെ, അച്ചാർ വെക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടോ. കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കൂലേ, അതേപോലെ ഉണ്ട്. പിന്നെ കറി അടിപൊളിയാവണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ചട്ടി ഓട്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വെജിറ്റബിൾസിന് കുക്കുംബർ, അച്ചാറുമാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ, ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ. കീൻവ എന്ന് പറഞ്ഞ് പിന്നെ അതേപോലെ ഓട്സും ഇതേപോലെ കറിയിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ചോറിനായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പം നമ്മൾ അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. അപ്പം അടിപൊളി കേട്ടോ, കഴിച്ചു നോക്കൂട്ടോ. ജസ്റ്റ് ഓട്സിൽ വെള്ളം ഒഴിക്കുക, തിളപ്പിക്കുക. ഉപ്പൊന്നും ഞാൻ ഇട്ടിട്ടില്ല, കാരണം കറിയിലെല്ലാം ഉപ്പുണ്ടാവുമല്ലോ. എന്നിട്ട് ഓട്സ് മിക്സ് ചെയ്യുക, കറി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് കഴിക്കുക. എന്തെങ്കിലും വെജിറ്റബിൾസും വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.